നമസ്കാരം. ഇവിടെ തിരുവനന്തപുരത്തെ ജനപ്രതിനിധികളെല്ലാം ഡൽഹി യാത്രയ്ക്ക് പോകാൻ പോവുകയാണ്. പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ വസതി സന്ദർശിക്കാനും അതുപോലെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശനം നടത്താനും ഒക്കെയുള്ള അവസരമുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു രൂപരേഖ കൂടി മേയറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ. അപ്പോൾ അദ്ദേഹം അത് എല്ലാ കാര്യങ്ങൾക്കും പരിപൂർണമായിട്ടുള്ള പിന്തുണ തിരുവനന്തപുരത്തെ കൌൺസിലർമാർക്ക് നൽകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പം മുഴുവൻ ആൾക്കാരും വളരെ സന്തോഷത്തിലാണ് യാത്ര. വളരെയധികം സന്തോഷത്തിലാണ്. കാര്യം ആദ്യമായിട്ട് ജയിച്ച സമയത്ത് തന്നെ നമ്മുടെ നഗരസഭയുടെ ഭരണം കിട്ടി. അതോടൊപ്പം പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ വിരുന്നിൽ സൽക്കാരത്തിൽ പങ്കെടുക്കാനുമുള്ള ഒരു മഹാഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്ന ടീമിൽ ഞാനും ഉണ്ട്. ഈ വളരെയധികം സന്തോഷം. എസ്റ്റേറ്റ് വാർഡിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മുഴുവൻ ഈ വിജയത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ച എല്ലാ പ്രവർത്തകർക്കും വേണ്ടിയിട്ട് എന്റെ ഈ യാത്ര ഞാൻ സമർപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രധാനമന്ത്രി കാണാൻ പോകുമ്പോൾ സന്തോഷവും പ്രതീക്ഷ? വളരെ പ്രതീക്ഷയാണ്. കാരണം കേരളത്തിന് വലിയ ഒരു നേട്ടം ഉണ്ടായിക്കൊടുത്ത തിരുവനന്തപുരം ജില്ല, അത് പ്രധാനമന്ത്രിയും അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന കേരളത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം ജില്ല. അപ്പം തിരുവനന്തപുരം ജില്ലയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വളരെ പ്രതീക്ഷയുണ്ട്. പൂങ്കുളം വാർഡ് കൌൺസിലറാണ്. എന്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം തിരുവനന്തപുരം നഗരസഭയിൽ BJP 50 സീറ്റോടെ നഗരസഭ വരികയും നഗരസഭയിലുള്ള 50 കൌൺസിലർമാരെയും ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിക്കുകയും ചെയ്തു. അത് ഈ 50 കൌൺസിലർമാരുടെ ഭാഗ്യം, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. വികസനം മുന്നോട്ട് കൊണ്ടുവരാനും വികസനം എന്തെന്ന് കാണിച്ചു കൊടുക്കാനും ഈ തിരുവനന്തപുരത്തെ ഈ 50 കൌൺസിലർമാർക്ക് കഴിയും. അത് പോയിട്ട് ഇത് നയിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മേയറുണ്ട്, കരുത്തനായ മേയറാണ്. അതുപോലെ ഡെപ്യൂട്ടി മേയർ ആശാന ചേച്ചിയുണ്ട്. അവർക്കും എല്ലാം കഴിയും. അതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ വലിയ സന്തോഷത്തിലാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഇതുപോലെ ഒരു കൌൺസിലർമാർക്ക് പോലും ഇത്ര ഭാഗ്യം കിട്ടില്ല. അത് എനിക്കും ഇവിടെയുള്ള 50 കൌൺസിലർമാർക്കും കിട്ടിയത് തന്നെ മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാർഡ് തന്നൊരു ഭാഗ്യമാണ്. എനിക്ക് എന്റെ വാർഡിലെ നല്ലവരായ ജനങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിന് ഏതൊരു ഭാരതീയനെയും പോലെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാനും ഒരുപാട്, അതായത് ഞങ്ങളുടെ വാർഡിലുള്ള ഓരോരുത്തരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവർ എന്നോടൊപ്പം ഉണ്ടെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നല്ല നല്ല തീരുമാനങ്ങൾക്കായി പ്രധാനമന്ത്രിയെ കാണാൻ, അത് വളരെ അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അപ്പോൾ പ്രധാനമന്ത്രി കാണാൻ പോകുന്നത്. ഈ ഒരു വികസന രേഖ സമർപ്പിക്കുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായം മാത്രമാണോ, അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് വരുന്ന നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാവും? തീർച്ചയായിട്ടും അതിലുപരി ഞങ്ങൾ എല്ലാവരും, കാരണം ഞങ്ങൾക്ക് പാർട്ടി ഒരാൾക്കല്ല, ഞങ്ങൾക്ക് 50 പേർക്കും പാർട്ടി ഇങ്ങനെ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ച ഒരു അവസരമാണ്. ഞങ്ങൾ മൂന്നും നാലും ടേം കൌൺസിലറായവരുണ്ട്, 5 തവണ കൌൺസിലറായവരുണ്ട്. പക്ഷെ ഇതുവരെ ഡൽഹിയിൽ യാത്ര ഇങ്ങനെ ഒരു പോകാനോ ഇങ്ങനെ വിധാനസഭ കാണാനോ ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസരം വന്നത് ഞങ്ങൾ എല്ലാവരും, നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളൊക്കെ പോവുക, പ്രധാനമന്ത്രിയെ കാണുക, അദ്ദേഹത്തിന്റെ ഓഫീസ് സന്ദർശിക്കുക, അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ ഒരു അവസരം, ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. നമുക്ക് തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുക, നമുക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഭാവിയിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക, ഇതൊക്കെ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടും ആഭ്യന്തരമന്ത്രിയുമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു അവസരമാണ്. ഇതൊക്കെ ഞങ്ങളൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇവിടെ കാണുന്ന എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.